ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൊറിയൻ ഹൊറർ ത്രില്ലർ മൂവിയാണ്. ഈ പടത്തിന്റെ വൺ ലൈനർ എന്തെന്നാൽ, ഒരു ഗ്രാമത്തിൽ റെയർ ആയ ഒരു ഡിസീസ് സ്പ്രെഡ് ആകുന്നു. ഈ ഡിസീസ് വന്ന ആൾക്കാര് അവരുടെ കുടുംബത്തിലെ ആൾക്കാരെ കൊടൂരമായി കൊന്നിട്ട് അവസാനം ഈ രോഗം ഭയങ്കരമായി കൂടി എഫക്റ്റ് ആയ ആൾക്കാരും ഭയങ്കര കൊടൂരമായി മരിച്ചു പോകുന്നു. ഇതിനെല്ലാം കാരണം ആ ഗ്രാമത്തിൽ റീസെന്റ് ആയി വന്ന് താമസിച്ച ഒരു ജപ്പാൻകാരനാണ് എന്നാണ് ആ ഗ്രാമത്തിലുള്ളവര് പറയുന്നത്. അതുകൂടാണ്ട് ഈ ജപ്പാൻകാരൻ ഒരു സാധാരണ മനുഷ്യനല്ല, ഒരു സാത്താനാണ് എന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. ഈ കേസ് അന്വേഷിക്കാൻ വരുന്ന നമ്മുടെ കഥാനായകൻ പോലീസ് ഓഫീസർ എന്ത് കണ്ടാലും പേടിക്കുന്ന സ്വഭാവമുള്ള ഒരുത്തനാണ്. നായകനും ഈ കേസ് ഒന്നും നോക്കാതെ നാട്ടിൽ എന്ത് നടന്നാലും കുഴപ്പമില്ല, തനിക്ക് ശമ്പളം കറക്റ്റായി കിട്ടിയാ മതി എന്ന് ചിന്തിക്കുന്ന ഒരുത്തനാണ്. അവസാനം നായകൻ പൊന്നുപോലെ നോക്കി വളർത്തിയ തന്റെ മോൾക്ക് തന്നെ ഈ അസുഖം വന്നതും നായകന്റെ പേടിയൊക്കെ മറന്ന് ഇതിനൊരു അവസാനം കിട്ടണം എന്ന് പറഞ്ഞ് നായകൻ തന്നെ കളത്തിലോട്ട് ഇറങ്ങുന്നു. അതുകൂടാണ്ട് ഈ പടത്തിന്റെ അവസാന ഭാഗമാണ് പാവം പോലെ നിന്ന ഇയാളാണോ ഇതൊക്കെ ചെയ്തത് എന്ന് തോന്നിപ്പോകും. ഈ പടം കാണുന്ന നമ്മളെ തന്നെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആക്കി കളയും. ഹൊററും ത്രില്ലറും എല്ലാം കൂടി ചേർന്ന് 2016 റിലീസായ ദി വെയിലിംഗ് എന്ന ഈ മൂവിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ശരി, നമുക്ക് കഥയിലോട്ട് പോകാം. ഈ പടത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിൽ നായകൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു കോള് വരുന്നു. ഏതോ ഒരു സ്ഥലത്ത് കൂട്ടക്കൊല നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ നായകനാണെങ്കിലോ അതൊന്നും കെയർ ചെയ്യാണ്ട് കുടുംബത്തിന്റെ കൂടെ ഇരുന്ന് സമാധാനത്തോടെ ഭക്ഷണം കഴിച്ച് സംസാരിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സ്പോട്ടിലോട്ട് പോകുന്നത്. ഇതാണ് നായകന്റെ ഫാമിലി. നായകന്റെ മോള്, ഭാര്യ, നായകന്റെ അമ്മ. നായകനും നേരെ സ്പോട്ടിലോട്ട് പോകുന്നു. സ്പോട്ടിൽ ചെന്ന് നോക്കിയ അവിടെ ഒരുത്തൻ സോംബീനെ പോലെ ഇരിക്കുന്നു. മേല് മൊത്തം കൊമളയായി ഭയങ്കര വിയർഡായി അവിടെ ഇരിക്കുന്നു. നായകനും അകത്ത് നോക്കുന്നു. അവിടെ ഒരു ഭാര്യനെയും ഭർത്താവിനെയും കൊടൂരമായി കൊന്നിട്ടിരിക്കുന്നു. ഇവരെ രണ്ടുപേരുടെ ശരീരത്തിൽ 20-ലും അധികം കത്തിക്കുത്തുണ്ട്. അതുകൂടാണ്ട് ഈ രണ്ട് ബോഡിയും ഒരു ഷീറ്റിൽ മടക്കി ചുരുട്ടി വെച്ചിരിക്കുന്നു. നായകനും ഇതെന്താ ബോഡി ഇങ്ങനെ കിടക്കുന്നേ എന്ന് ചോദിക്കുന്നു. അതിന് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസർ, കൊല ഇവിടെയല്ല നടന്നത്, വേറെ എവിടെയാണ് നടന്നത്, വേറെ എവിടെയോ സംഭവം നടത്തിയിട്ട് ബോഡി ഇവിടെയാണ് ചുമന്നുകൊണ്ടിട്ടിരിക്കുന്നത് എന്ന് അവിടെയുള്ള പോലീസ് ഓഫീസർ പറയുന്നു. ഇവരും നേരെ കൊല നടന്ന സ്ഥലത്ത് പോയി നോക്കുമ്പോൾ ആ വീട്ടിനുള്ളിൽ എന്തോ പൂജ നടന്നതുപോലെ കുറെ സാധനങ്ങളും അതുകൂടാണ്ട് കുറെ കാക്കകളും ചത്തു കിടക്കുന്നു. ഇതെല്ലാം പോലീസ് ഓഫീസർ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നായകൻ വീടിന്റെ പുറത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു വ്യത്യാസമായ പൂവ് കാണുന്നു. നായകനും അത് തൊട്ട് നോക്കാൻ പോയതും പെട്ടെന്ന് കോൺസ്റ്റബിൾ നായകനെ അകത്തോട്ട് വിളിക്കുന്നു. അങ്ങനെ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ കാട്ടിന്റെ ഉള്ളിൽ ഒരു വേട്ടക്കാരൻ വേട്ടയാടാനായി പോകുന്ന സമയത്ത് അവിടെ ഒരു മാൻ ചത്തു കിടക്കുന്നത് കാണുന്നു. അതെടുക്കാനായി അതിന്റെ അടുത്തോട്ട് പോയതും കാല് സ്ലിപ്പായി പുറകിലോട്ട് മറിഞ്ഞു വീഴുന്നു. ഈ വേട്ടക്കാരൻ നേരെ ഉരുണ്ട് താഴോട്ട് വീണ് അവിടെ ഉണ്ടായിരുന്ന കല്ലിൽ പോയി ഇടിച്ച് ഇയാളുടെ ബോധം പോകുന്നു. ബോധം തിരിച്ചു വന്നതും ചത്തുകിടന്ന മാനിനെ ഏതോ ഒരു മനുഷ്യൻ പച്ചയ്ക്ക് കടിച്ചു തിന്നുകൊണ്ടിരിക്കുന്നു. ഈ വേട്ടക്കാരനും സൗണ്ട് ഉണ്ടാക്കാണ്ട് അതെന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എന്തിലോ കയറി അമർത്തിയതും സൗണ്ട് വന്നതും ഈ മനുഷ്യനും നേരെ ഈ വേട്ടക്കാരന്റെ അടുത്തോട്ട് വരുന്നു. അടുത്ത് വന്നപ്പോഴാണ് ഇത് ആ ജപ്പാൻകാരനാണ് എന്ന് മനസ്സിലാകുന്നത്. അതുകൂടാണ്ട് കണ്ണിന്റെ നിറമൊക്കെ മാറി ഒരു സാത്താന്റെ കണ്ണുപോലെ ഇരിക്കുന്നു എന്ന് ഒരു പോലീസ് ഓഫീസർ നായകനോട് പറയുന്നു. ഈ ജപ്പാൻകാരൻ വന്നതിന് ശേഷമാണ് ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൂടാണ്ട് അയാൾ ഒരു മനുഷ്യനല്ല, ഒരു പിശാചാണ് എന്നാണ് നാട്ടുകാരെല്ലാരും പറയുന്നത് എന്നാ പോലീസ് ഓഫീസർ നായകനോട് പറയുന്നു. പക്ഷെ ഇതൊക്കെ കേട്ട നായകൻ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തോ ഒരു മഷ്റൂം കഴിച്ചതുകൊണ്ടാണ് അവർ മരിച്ചതെന്നാണല്ലോ, അയാളും നമ്മളെ പോലെ സാധാരണ ഒരു മനുഷ്യനാണ്, എങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ നാട്ടുകാരുടെ വാക്ക് മാറ്റാൻ പറ്റൂല എന്നിങ്ങനെ നായകനും ആ കോൺസ്റ്റബിളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിറ്റേ ദിവസം ഇതുപോലെ തന്നെ വേറൊരു സ്ഥലത്തും കൊലപാതകം നടക്കുന്നു. പക്ഷെ ഈ പ്രാവശ്യം വീട് തന്നെ കത്തിച്ചു കളഞ്ഞിരിക്കുന്നു. പോലീസുകാരും ആ വീടിന്റെ ഉള്ളിൽ നിന്ന് ബോഡി കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നായകൻ അപ്പോഴും ലേറ്റ് ആയിട്ടാണ് സ്പോട്ടിലോട്ട് വരുന്നത്. സീനിയർ ഓഫീസറും നായകനെ ആ സ്പോട്ടിൽ ഒരു എവിഡൻസും നശിച്ചു പോകരുത് എന്ന് പറഞ്ഞ് ഗാർഡായി വെക്കുന്നു. നായകനും അവിടെ വെറുതെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു വൈറ്റ് ഡ്രസ് ഇട്ട ഒരു പെൺകുട്ടി അങ്ങോട്ട് വരുന്നു. ഈ പെണ്ണും വന്നിട്ട് നായകനോട്, നിങ്ങൾ പോലീസ് ഓഫീസറിനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്, ശരിക്കും ഈ കൊലപാതകം നടത്തിയത് ആ ജപ്പാൻകാരനാണ്. കൊല നടക്കുന്നതിന് മുമ്പ് ഈ വീട്ടിലുള്ള സ്ത്രീ ആ ജപ്പാൻകാരനെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് എന്നും ഇവിടെ നടക്കുന്ന എല്ലാ കൊലപാതകങ്ങളും അയാളാണ് ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ജപ്പാൻകാരനാണ് ഈ വീട് തന്നെ കത്തിച്ചു കളഞ്ഞത്. ഇതൊക്കെ കേട്ട നായകനും നിന്റെ അടുത്ത് വല്ല തെളിവ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അതിനാ പെണ്ണും കത്തിക്കരിഞ്ഞ വീട്ടിന്റെ ഉള്ളിലോട്ട് തന്നെ പോകുന്നു. ആ വീട്ടിന്റെ ഉള്ളിൽ പോയിട്ട് ഒരു സ്ഥലം കാണിച്ചിട്ട് ഇവിടെയാണ് ആ ജപ്പാൻകാരൻ ബ്ലാക്ക് മാജിക് ചെയ്തത്. അതുകൂടാണ്ട് നായകനെ നോക്കി, നിങ്ങൾ ആ ജപ്പാൻകാരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. നായകനും കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതും ആ പെണ്ണ് ആ ജപ്പാൻകാരനെ 2-3 പ്രാവശ്യം കാണുകയാണെങ്കിൽ ഇതേപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞ് നായകനെ പേടിപ്പിക്കുന്നു. അതേസമയം നായകൻ ഒരു കോള് വരുന്നു. നായകനും സംസാരിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും ആ
പെണ്ണിനെ അവിടെ കാണുന്നില്ല. ഇയാളും അവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പുറകിലത്തെ ഭാഗത്തു നിന്ന് എന്തോ ഒരു സൗണ്ട് വരുന്നു. നായകനും അവിടെ എന്താണെന്ന് നോക്കാൻ പോയതും അവിടെ ഫുൾ ന്യൂഡായിട്ട് ആ ജപ്പാൻകാരൻ ഒരു മാനിനെ പച്ചയ്ക്ക് കടിച്ചു തിന്നോണ്ടിരിക്കുന്നു. ഇത് കണ്ട് പേടിച്ച് പുറകോട്ട് തിരിഞ്ഞതും സൗണ്ട് കേട്ട് ആ ജപ്പാൻകാരൻ നായകനെ പിടിക്കാനായി ഇവന്റെ പുറകെ വരുന്നു. നായകനും പേടിച്ച് ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി ഓടാൻ നോക്കിയതും പെട്ടെന്ന് തെന്നി വീഴുന്നു. ഈ ജപ്പാൻകാരൻ നായകന്റെ അടുത്ത് വന്ന് അവനെ പിടിക്കാൻ പോയതും നായകൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ചാടി എണീക്കുന്നു. ഇത്ര നേരം നമ്മൾ കണ്ടത് മൊത്തം നായകന്റെ സ്വപ്നമായിരുന്നു. നായകനും നോർമൽ സ്റ്റേജിലോട്ട് വരുന്നു. അതേസമയം നായകന്റെ മോൾക്ക് ഭയങ്കരമായി പനിക്കുന്നു എന്ന് അവന്റെ വൈഫ് വന്ന് പറയുന്നു. നായകനും കൊച്ചിനെ നല്ല രീതിയിൽ നോക്കിയോ എന്ന് പറഞ്ഞ് സ്റ്റേഷനിലോട്ട് പോകുന്നു. അവിടെ നായകന്റെ ഫ്രണ്ടിനെ കണ്ടതും നമുക്ക് എങ്ങനെങ്കിലും ഈ കേസ് സോൾവ് ചെയ്യണം, അതിനെന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് ഫസ്റ്റ് സീനിൽ ഒരു വേട്ടക്കാരനെ ആ ജപ്പാൻകാരൻ അറ്റാക്ക് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അയാളുടെ അടുത്ത് തന്നെ പോയി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നു. നിങ്ങൾ എന്താണ് അന്ന് അവിടെ കണ്ടത് എന്ന് നായകൻ ആ വേട്ടക്കാരനോട് ചോദിച്ചതും ആ വേട്ടക്കാരനും ഞാൻ എന്റെ 2 കണ്ണുകൊണ്ട് കണ്ടതാണ് ആ ജപ്പാൻകാരൻ ആ മാനിനെ പച്ചയ്ക്ക് തിന്നുന്നത്, അതുകൂടാണ്ട് അയാൾ എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നതും ഞാൻ ഓടി രക്ഷപ്പെട്ടതാണ്. ഇതൊക്കെ കേട്ട നായകൻ അങ്ങനെ വെറുതെ പറഞ്ഞാൽ പറ്റൂല, ഈ സംഭവം നടന്ന സ്ഥലം കാണിച്ച് എന്നാൽ മാത്രമേ ഇത് സത്യമാണോ അല്ലേ എന്ന് അറിയാൻ പറ്റുള്ളൂ, ഇതിനെതിരെ കേസ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് 3 പേരും കൂടി ആ സ്ഥലത്തോട്ട് പോകുന്നു. കാട്ടിന്റെ ഉള്ളിൽ പോയി അവിടെ മൊത്തം നോക്കുന്നു. അവിടെ ഒരു സ്ഥലത്ത് മാത്രം കുറെ മാനുകൾ ചത്തു കിടക്കുന്നു. പാതി അഴുകിയും പാതി എന്തോ ഒരു മൃഗം കടിച്ചു തിന്നതുപോലെയും എല്ലും തോലായി കിടക്കുന്നു. ഇത് കണ്ടതും ആ വേട്ടക്കാരൻ ഇതാണ് ആ സ്ഥലം, ഞാൻ സ്ഥലം കാണിച്ചു തന്ന് ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മോടി രക്ഷപ്പെടാൻ നോക്കുന്നു. പക്ഷെ നായകൻ അയാളെ നിർത്താൻ നോക്കിയതും പെട്ടെന്ന് ആ വേട്ടക്കാരന്റെ മേത്ത് ഇടിമിന്നൽ ഏൽക്കുന്നു. എന്നിട്ടും അയാൾ അവിടെ നിന്നും പോകാൻ നോക്കിയതും അയാൾ എന്നെ കുഴഞ്ഞു വീഴുന്നു. അടുത്ത സീനിൽ ഈ വേട്ടക്കാരനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇടിമിന്നൽ ഏറ്റതുകൊണ്ട് അയാൾ കോമ സ്റ്റേജിൽ തന്നെ പോയേക്കുന്നു. അയാളുടെ ശരീരം മൊത്തം ബാൻഡേഡ് ഇട്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. നായകനും അയാളുടെ കൂടെ ഉണ്ടായ പോലീസ് ഓഫീസറും കൂടി ചേർന്ന് ഈ വേട്ടക്കാരന്റെ ഭാര്യനോട് സോറി പറയുന്ന രീതിയിൽ അവിടെ തന്നെ നിൽക്കുന്നു. അതേസമയം ആ ഹോസ്പിറ്റലിലുള്ള വേറെ ഏതൊരു ഭാഗത്തു നിന്ന് ഭയങ്കരമായി ആരോ അലറുന്ന സൗണ്ട് കേൾക്കുന്നു. അതുകൂടാണ്ട് ആ റൂമിലോട്ട് ഡോക്ടേഴ്സും നഴ്സും എല്ലാരും ഓടി ചെല്ലുന്നു. കൂടുതൽ നായകനും അവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് പോയി നോക്കിയതും ഫസ്റ്റ് സീനിൽ ഒരു വീട്ടിൽ കൊലപാതകം നടന്നില്ലേ, ആ വീടിന്റെ പുറത്ത് ഒരാൾ സോംബിയെ പോലെ ഇരുന്നില്ലേ, ആ ആളാണ് ആ റൂമിൽ നിന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടാണ്ട് അയാളുടെ ശരീരം മൊത്തം ഇട്ട് വിയർഡായി പെടഞ്ഞുകൊണ്ടിരിക്കുന്നു. അവസാന ഒരു ഘട്ടത്തിൽ അയാൾ അയാളുടെ നെഞ്ചിന്റെ എല്ല് തന്നെ വളച്ചൊടിച്ച് ഭയങ്കര കൊടൂരായി മരിച്ചു പോകുന്നു. ഈ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ നായകന്റെ മോളും എന്തോ കണ്ട് പേടിച്ച് ഉറക്കത്തിൽ നിന്ന് പിച്ചുമ്പയും പറഞ്ഞ് ശരീരമൊക്കെ വളച്ച് അലറിക്കൊണ്ടിരിക്കുന്നു. നായകനും വന്ന് കൊച്ചിനെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ഈ കൊച്ച് വലിയൊരാള് ഭക്ഷണം കഴിക്കുന്ന പോലെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ മീനെടുത്ത് കഴിക്കുന്നു. ഇത് കണ്ടതും നായകന്റെ അമ്മ നായകൻ ഒറ്റയ്ക്ക് വിളിച്ചോണ്ട് പോയി, നീ അത് കണ്ടോ, ഇതിനു മുമ്പ് നിന്റെ മോള് ഒരു മീൻ പോലും കഴിക്കാത്ത ഒരാളായിരുന്നു, പക്ഷെ ഇപ്പൊ അവൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ മീനും എടുത്ത് കഴിക്കുന്നു. എനിക്കിതൊക്കെ കണ്ടിട്ട് പേടിയാകുന്നു. ഞാൻ ഈ കാര്യം നമ്മുടെ നെയ്ബറിനോട് പറഞ്ഞതും അവർ ഒരു നല്ലൊരു ഷാമനെ പോയി കാണാനാ പറഞ്ഞത്. ഷാമൻ എന്ന് പറഞ്ഞ പ്രേതം കയറിയ ആൾക്കാരെ അതിൽ നിന്ന് രക്ഷിക്കുകയും അതുകൂടാണ്ട് ഒരു നല്ല ഡോക്ടറുമാണ്. ഇതൊക്കെ കേട്ട നായകൻ അതിന്റെ ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞ് നേരെ സ്റ്റേഷനിലോട്ട് പോകുന്നു. അവിടെ ചെന്ന് നോക്കിയ നായകന്റെ ഫ്രണ്ട് പ്രീസ്റ്റ് ആകാൻ വേണ്ടി പഠിക്കുന്ന ഒരുത്തനെയും കൂട്ടിക്കൊണ്ടു വന്ന് നായകനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതുകൂടാണ്ട് ഈ പ്രീസ്റ്റിന് ജപ്പാൻ ലാംഗ്വേജും അറിയാം. സോ ആ ജപ്പാൻകാരനോട് സംസാരിക്കുമ്പോൾ ഫാദർ അയാൾക്ക് ജപ്പാൻ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുമല്ലോ, അതിന് ഈ ഫാദറിനെ യൂസ് ചെയ്യാ എന്ന് പറയുന്നു. എല്ലാ കൊലപാതകത്തിനും ആ ജപ്പാൻകാരനാണ് എന്നല്ല നാട്ടുകാരെല്ലാരും പറയുന്നത്. നമുക്കൊന്ന് അയാളെയും കൂടി ഒന്ന് നോക്കിയിട്ട് വരാ എന്ന് പറഞ്ഞ് 3 പേരും അങ്ങോട്ട് പോകുന്നു. പക്ഷെ അവിടെ ചെന്ന് നോക്കിയാൽ അയാൾ വീട്ടിലില്ല. നായകനും പോലീസ് ഫ്രണ്ടും കൂടി ചേർന്ന് ഇതുവരെ വന്നതല്ലേ, ഈ വീട് നമുക്കൊന്ന് സെർച്ച് ചെയ്യാ എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന 2 റൂമും സെർച്ച് ചെയ്യുന്നു. ആ സമയം നായകന്റെ ഫ്രണ്ട് സെർച്ച് ചെയ്യുന്ന റൂമിൽ മരിച്ചുപോയ എല്ലാ വിക്ടിംസിന്റെ ബോഡിയുടെ ഫോട്ടോ ഈ റൂമിൽ തൂക്കിയിട്ടിരിക്കുന്നു. അതുകൂടാണ്ട് എന്തോ ഒരു പൂജ ചെയ്തതുപോലെ ഒരു മൃഗത്തിന്റെ തലയൊട്ടിയും എല്ലെല്ലാം വെച്ച് പൂജ ചെയ്തു വെച്ചിരിക്കുന്നു. അതുകൂടാണ്ട് ആ റൂം മുഴുവനും വിയർഡായി കിടക്കുന്നു. ഇവരിത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ജപ്പാൻകാരൻ അങ്ങോട്ട് വരുന്നു. ഇത് കണ്ടത് 2 പേരും പേടിച്ചു പോകുന്നു. കാരണം അയാളുടെ പോലും പെർമിഷൻ ഇല്ലാണ്ടാണ് വീട് ഇപ്പൊ സെർച്ച് ചെയ്തിരിക്കുന്നത്. അതുകൂടാണ്ട് അയാൾ പൂജ ചെയ്ത സ്ഥലവും ഇവർ കണ്ടു. ഇവരും എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ മതി എന്ന് പറഞ്ഞ് അയാളെ ക്വസ്റ്റ്യൻ പോലും ചെയ്യാണ്ട് 3 പേര് അവിടെ നിന്ന് മിണ്ടാണ്ടിറങ്ങുന്നു. കാറിൽ ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നായകന്റെ ഫ്രണ്ട് എന്തോ ഒന്നിനെ കണ്ട് നല്ലോണം പേടിച്ചിരിക്കുകയാണ്. നായകനും അയാളോട് എന്ത് പറ്റിയെന്ന് ചോദിച്ചതും അയാളാണ് എല്ലാ കൊലപാതകവും ചെയ്തത്, ഞാൻ അതിന്റെ തെളിവെല്ലാം അവിടെ കണ്ടതാണ്, അയാളാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഫോട്ടോസ് ഒക്കെ വെച്ച് അയാളാണ് ഈ ക്രൈം ഒക്കെ ചെയ്തത് എന്ന് കൺഫേം ആയിട്ട് എനിക്ക് പറയാൻ പറ്റും. പക്ഷെ നായകൻ ഫോട്ടോസ് വെച്ച് ഇതൊക്കെ ഇയാളാണ് ചെയ്തത് എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റൂല, അതിന് കറക്റ്റ് ആയ ഒരു എവിഡൻസ് നമ്മൾ കണ്ടെത്തണം എന്ന് പറയുന്നു. ഇത് കേട്ടത് നായകന്റെ ഫ്രണ്ട് അയാൾ ഇത്ര നേരം കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു ഷൂ എടുത്തു കാണിക്കുന്നു. എന്നിട്ട് നായകനോട് ഇത് ആരുടെ ഷൂ ആണെന്ന് നിനക്കറിയോ, ഇത് നിന്റെ മോളുടെ ഷൂ ആണ്, അയാൾ അടുത്തത് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഫാമിലിനെയാണ്.
ഇത് കേട്ടതും നായകൻ ഷോക്കാകും. നായകനും നേരെ വീട്ടിലോട്ട് പോയിട്ട് അവന്റെ മോളോട് തന്നെ ചോദിക്കുന്നു, ഇത് നിന്റെ ഷൂ അല്ലേ? ഈ ഷൂ എങ്ങനെ ജപ്പാൻകാരന്റെ വീട്ടിലെത്തി? നിനക്ക് ആ ജപ്പാൻകാരനെ അറിയോ? നീ അയാളോട് സംസാരിച്ചിട്ടുണ്ടോ? നിനക്കെങ്ങനെ അയാൾ അറിയാ എന്ന് ചോദിച്ചതും ഈ കൊച്ചും ഭയങ്കരമായിട്ട് വയലന്റ് ആയിട്ട് സ്വന്തം അപ്പനാണെന്നും കൂടി നോക്കാണ്ട് ഭയങ്കരമായിട്ട് വയലന്റ് ആയി ഒച്ചത്തിൽ ഞാൻ ആ ജപ്പാൻകാരനോട് മിണ്ടും, എന്ത് വേണമെങ്കിലും ചെയ്യും എന്ന് ഒച്ച എടുത്തു പറയുന്നു. ഇത് കേട്ടതും നായകനും ഷോക്കായി പോകുന്നു. കാരണം ഇതിനു മുമ്പ് ഇതുവരെ ഒരിക്കൽ പോലും നായകന്റെ മോള് ഒച്ച എടുത്ത് ഇതുപോലെ വർത്താനം പറഞ്ഞിട്ടില്ല. ഇതാണ് ഫസ്റ്റ് ടൈം. നായകനും എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞ സമയത്ത് അവന്റെ കൊച്ചിന്റെ റൂമിലോട്ട് പോയി ആ കൊച്ചിന്റെ ബാഗ് ഒക്കെ ചെക്ക് ചെയ്യുന്നു. ആ ബാഗിലുണ്ടായ നോട്ട്ബുക്കിലെല്ലാം ഭയങ്കര വിയേർഡായ സാത്താന്റെ പിക്ചേഴ്സ് ഒക്കെ വരച്ചു വെച്ചിരിക്കുന്നു. അതുകൂടാണ്ട് ആ കൊച്ചിന്റെ ബോഡിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നു. അപ്പോ ഫസ്റ്റ് സീനിൽ സോംബിനെ പോലെ ഒരുത്തന്നിരുന്നില്ലേ, അയാളുടെ മേത്ത് വന്നതുപോലെ ഓരോ പാടുകളും കമളകളും ഈ കൊച്ചിന്റെ ശരീരത്തിലുമുണ്ട്. ഇയാൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ കൊച്ചു എണീറ്റ് എന്റെ പെർമിഷൻ ഇല്ലാണ്ട് എന്റെ ശരീരം തൊട്ട് നോക്കുകയാണോ, അപ്പനും കൂടിയാണെന്ന് നോക്കാണ്ട് ഭയങ്കര വൃത്തികേടായിട്ട് ആ കൊച്ചു ഒച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഒച്ച കേട്ടതും ഭാര്യ അമ്മയും അങ്ങോട്ട് ഓടി വരുന്നു. നായകനും ആകെ നാണക്കേടും സങ്കടവും ദേഷ്യവും ആകുന്നു. അയാളും പുറത്തുപോയി തലയിൽ കയ്യും വെച്ചിരിക്കുന്നു. പിറ്റേ ദിവസം ആയതും നായകൻ നേരെ അവന്റെ ഫ്രണ്ടിനെയും ആ പ്രീസ്റ്റിന് പഠിക്കുന്ന അയാളെയും കൂട്ടിക്കൊണ്ട് നേരെ ആ ജപ്പാൻകാരന്റെ വീട്ടിലോട്ട് പോകുന്നു. നായകനും അയാളെ ചെന്ന് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നായകൻ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ആ പ്രീസ്റ്റും ജപ്പാൻ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നായകനും അവന്റെ ഫ്രണ്ടും കൂടി ചേർന്ന് ആ വീട് ചെക്ക് ചെയ്യുന്നു. പക്ഷേ അന്ന് കണ്ട ഒരു സാധനവും ആ ഫോട്ടോസ് പോലും അവിടെ ഇല്ല. എന്നിട്ട് നായകൻ തിരിച്ചു വന്ന് നീ എന്താണ് എന്റെ മോളെ ചെയ്തത്, അവൾക്ക് മാത്രം എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നിന്നെ വെറുതെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞ് വാണിംഗ് കൊടുക്കുന്നു. പക്ഷെ അപ്പോഴും അയാൾ ഭയങ്കര ഗൗരവത്തിൽ നിൽക്കുന്നത് കണ്ടതും നായകൻ ദേഷ്യപ്പെട്ട് ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും അടിച്ചു തകർക്കുന്നു. അതുകൂടാണ്ട് ആ ജപ്പാൻകാരൻ വളർത്തുന്ന പട്ടി നായകനെ കടിക്കാൻ വന്നതും ഓൾറെഡി ദേഷ്യത്തിലുണ്ടായിരുന്ന നായകൻ പട്ടിയാണെന്ന് പോലും നോക്കാണ്ട് അതിനെ അടിച്ചു കൊല്ലുന്നു. എന്നിട്ട് നായകൻ പുറത്തു വന്നിട്ട് നിനക്ക് 3 ദിവസം സമയമുള്ളൂ, അതിനുള്ളിൽ നാട് വിട്ട് പൊക്കോണം, ഇല്ലെങ്കിൽ നിന്റെ അവസ്ഥ ഈ പട്ടീനെ പോലെ ആയിരിക്കും, ഞങ്ങൾ എല്ലാരും കൂടി ചേർന്ന് നിന്നെ അടിച്ചു കൊല്ലും എന്ന് പറയുന്നു. അപ്പോഴും ജപ്പാൻകാരൻ ഒന്ന് പേടിക്കുക പോലും ചെയ്യുന്നില്ല. പിറ്റേ ദിവസം നായകന്റെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിക്കുന്നു. പക്ഷേ ഈ പാടുകളൊക്കെ കണ്ട ഡോക്ടറും ഇത് ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നു. അവസാനം വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് അയൽവാസി പറഞ്ഞ ആ ഷാമനെ പോയി കാണുന്നു. അയാളും നായകന്റെ വീട്ടിലോട്ട് വന്ന് അവിടെ മൊത്തം ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് അവിടെ 5-6 ഭരണി കണ്ടതും അതിൽ ഒരു പർട്ടിക്കുലർ ഭരണി കാണിച്ച് ആ ഭരണി എടുത്തിട്ട് വരാൻ പറയുന്നു. നായകനും അത് എടുത്തുകൊണ്ടുപോയി വെച്ചതും അയാളും വലിയൊരു കമ്പെടുത്ത് അത് അടിച്ചു പൊട്ടിക്കുന്നു. ആ ഭരണി പൊട്ടിയതും അതിന്റെ ഉള്ളിൽ ഒരു കാക്ക ചത്തു കിടക്കുന്നു. ഇത് കണ്ടതും ഷാമൻ ഇതൊരു നെഗറ്റീവ് എനർജിയാണ്. ആ സമയം തന്നെ ആ ഷാമൻ ഒരു ചെറിയ പൂജയൊക്കെ നടത്തുന്നു. ആ പൂജ നടത്തിയതും നായകന്റെ മോള് നോർമൽ സ്റ്റേജിലോട്ട് വരുന്നു. എന്നിട്ട് നായകനെ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് പോയി നിങ്ങളുടെ മോൾക്ക് മാത്രമല്ല ഇത് സംഭവിക്കുന്നത്, ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഇതുപോലെ തന്നെയാണ് നടക്കുന്നത്, ഇതിന് കാരണക്കാരൻ ആ ജപ്പാൻകാരൻ തന്നെയാണ്. ഇതൊക്കെ മാറണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അയാളെ കൊന്നുകളയണം, അല്ലെങ്കിൽ ഒരു വലിയ പൂജ തന്നെ നടത്തണം. പക്ഷെ അതിന് നല്ലോണം ചെലവാകും എന്ന് പറയുന്നു. നായകനും പൈസയുടെ കാര്യം ഓർത്ത് പൂജ ഒന്നും നടക്കാതിരിക്കരുത്, പൂജ എങ്ങനെങ്കിലും ചെയ്ത് എന്റെ മോളെ രക്ഷിച്ചാൽ മതി, പൈസയുടെ കാര്യം ഞാൻ ഏറ്റു എന്ന് പറയുന്നു. അന്ന് രാത്രി തന്നെ പൂജ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കുന്നു. അതേസമയം ഇപ്പുറത്ത് ആ ജപ്പാൻകാരനും എന്തോ പൂജ ചെയ്യാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ആ പൂജ ചെയ്യാനായിട്ട് 5-6 കോഴികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഇപ്പത്തെ സൈഡില് നായകന്റെ വീട്ടിൽ പൂജ ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷാമനും പൂജ ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന മരബൊമ്മയിൽ എന്തോന്ന് ആവാഹിച്ചു കയറ്റുന്നു. എന്നിട്ട് ആ മരബൊമ്മയെ വെട്ടി താഴെ ഇട്ടിട്ട് ആ ബൊമ്മേന്റെ പൊക്കത്ത് ആണി ഇടിച്ചോണ്ടിരിക്കുന്നു. ഇവിടെ ആണി ഇടിക്കുമ്പോ അകത്ത് കിടക്കുന്ന നായകന്റെ കൊച്ചിന് ആ ആണി അവളുടെ ശരീരത്തിൽ കയറുന്ന പോലെ റിയാക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ആ ജപ്പാൻകാരന് നടക്കുന്നു. അയാളും വേദന കൊണ്ട് പൊളഞ്ഞോണ്ടിരിക്കുന്നു. ഈ കൊച്ചിന്റെ നിലവിളി കേട്ട് നായകൻ അകത്തോട്ട് വന്ന് നോക്കുന്നു. ആ കൊച്ചു നായകനെ നോക്കി ഈ പൂജ എങ്ങനെയെങ്കിലും നിർത്ത്, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൂടാണ്ട് ആ കൊച്ചിന്റെ ശരീരത്തിലുണ്ടായ എല്ലാം ഒടിയുന്ന പോലത്തെ സൗണ്ട് എല്ലാം കേൾക്കാം. ഇതൊക്കെ കണ്ട് പേടിച്ച നായകൻ പുറത്ത് ഓടിച്ചെന്ന് ആ മന്ത്രം നിർത്താൻ പറയുന്നു. എന്നിട്ടും ആ ഷാമൻ മന്ത്രം നിർത്തുന്നില്ല എന്ന് കണ്ടതും നായകൻ ആ പൂജ സ്ഥലത്ത് ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും അടിച്ചു നശിപ്പിക്കുന്നു. അവസാനം എങ്ങനെ ആ പൂജ നിർത്തുന്നു. പൂജ നിർത്തിയതും ആ കൊച്ചു നോർമൽ സ്റ്റേജിലോട്ട് വരുന്നു. നായകനും ആ കൊച്ചിനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്യുന്നു. നായകന്റെ മോളാണെങ്കിൽ ഒരു അനക്കം ഇല്ലാണ്ട് കിടക്കുകയാണ്. അതേസമയം ഇപ്പുറത്ത് നോക്കിയാൽ ആ ജപ്പാൻകാരൻ പൂജ നിർത്തിയതും അയാളുടെ ശരീരത്തിലുള്ള എല്ലാ എനർജി പോയതുപോലെ അയാൾ വീടിന്റെ പുറത്തോട്ട് എഴഞ്ഞെഴഞ്ഞാണ് പോകുന്നത്. ഇയാൾ ഇങ്ങനെ എഴഞ്ഞു പോകുന്ന സമയത്ത് പുറത്ത് ഒരു വെള്ള ഡ്രസ് ഇട്ട ഒരു പെണ്ണിനെ കാണുന്നു. ആ പെണ്ണിനെ കണ്ടതും ഇയാൾ പേടിച്ച് വല്ലാണ്ടാകുന്നു. നായകന്റെ മോളും സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ആ സമയമാണ് നായകന് ആ ഷാമൻ പറഞ്ഞത് ഓർമ്മ വരുന്നത്. ഇതിനാകെ 2 സൊല്യൂഷനേ ഉള്ളൂ. ഒന്ന് പൂജ ചെയ്ത് ആ കൊച്ചിനെ രക്ഷിക്കണം, അല്ലെങ്കിൽ ആ ജപ്പാൻകാരനെ കൊന്നു കളയണം. പൂജയോ മര്യാദയ്ക്ക് നടന്നില്ല. ഇനിയുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജപ്പാൻകാരനെ കൊന്നു കളയണം. അതിനു വേണ്ടിയാണ് നായകൻ ഇപ്പൊ അവന്റെ ഫ്രണ്ട്സിനെ കാണാൻ വന്നിരിക്കുന്നത്. നടന്ന എല്ലാ കാര്യങ്ങളും അവന്റെ ഫ്രണ്ട്സിനോട് പറയുന്നു. ഇവരെല്ലാരും കൂടി ചേർന്ന് ഇനി വേറൊരു കുടുംബത്തിന് ഇങ്ങനൊന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന അടിക്കാനുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് ഒരു മിനി ലോറിയിലോട്ട്
താഴോട്ട് ഇടുന്നു. കൂട്ടത്തിലെ പ്രീസ്റ്റ് ആകാൻ പഠിക്കുന്ന അയാളെയും കൂട്ടുന്നു. ഇവരെല്ലാരും കൂടി ചേർന്ന് നേരെ ആ ജപ്പാൻകാരന്റെ വീട്ടിലോട്ട് പോകുന്നു. അവിടെ പോയി നോക്കിയ ആ ജപ്പാൻകാരന്റെ പൊടി പോലും കാണുന്നില്ല. പക്ഷെ ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പുറകിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു. അതെന്താണെന്ന് നോക്കാൻ പോയതും അവിടെ ഒരാള് സോംബിയായി അവിടെ നിൽക്കുന്നു. ഇവരെ കണ്ടതും ഇവരെ ഓടി വന്ന് പിടിക്കാൻ നോക്കുന്നു. പക്ഷെ ആ ഫാദർ ആവാൻ പഠിക്കുന്ന അയാൾ ഈ സോംബിനെ ഇവരെയും തടുക്കാനായിട്ട് നടുവേ കയറി നിന്നതും പുറകിൽ നിന്ന് സോംബി ഈ പ്രീസ്റ്റിന് പഠിക്കുന്ന അയാളുടെ കവിള് തന്നെ കടിച്ചെടുത്ത് അയാളെ തന്നെ തിന്നാൻ നോക്കുന്നു. ഇത് കണ്ടതും കയ്യിലുണ്ടായിരുന്ന ഒരു ഇരുമ്പ് കമ്പി വെച്ച് ആ സോംബിന്റെ തലക്കടിക്കുന്നു. അതിലുണ്ടായിരുന്ന ഷാർപ്പായ കമ്പി കഷ്ണം അതിന്റെ തലയിൽ കയറിയിട്ട് പോലും ചാവാണ്ട് പിന്നെ ഇവരെ വന്ന് ഉപദ്രവിക്കാൻ നോക്കുന്നു. ഇത് നടക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് നിന്ന് ജപ്പാൻകാരൻ മറഞ്ഞിരുന്ന് നോക്കുന്നു. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ സോംബി തന്നെ ചത്തുപോകുന്നു. പക്ഷെ ആ സമയം ഈ ജപ്പാൻകാരൻ എന്തോ സൗണ്ട് ഉണ്ടാക്കിയതും ഇയാളെ കണ്ട നായകനും അവന്റെ ടീമും കൂടി ചേർന്ന് ഓടിച്ചിട്ട് അയാളെ പിടിക്കാൻ നോക്കുന്നു. പക്ഷെ ഇയാൾ നേരെ ഒരു കുന്നിന്റെ പൊക്കത്തോട്ട് ഓടി കയറിയതും പുറകെ നായകനും അവന്റെ ഫ്രണ്ട്സും ഉണ്ട്. ഇവർ ഈ ജപ്പാൻകാരനെ പിടിക്കാനായി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ജപ്പാൻകാരനെ തന്നെ കാണാണ്ട് പോകുന്നു. നായകനും അവന്റെ ഫ്രണ്ട്സും അവിടെ മൊത്തം തെരഞ്ഞു നോക്കുന്നു. പക്ഷെ ജപ്പാൻകാരന്റെ ഒരു പൊടി പോലും കാണുന്നില്ല. അയാൾ എവിടെയും കാണുന്നില്ല എന്ന് കണ്ടതും നായകനും അവന്റെ ഫ്രണ്ട്സും കൂടി ചേർന്ന് തിരിച്ച് വണ്ടി കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ശരിക്കും ആ ജപ്പാൻകാരൻ ഇവര് നിൽക്കുന്ന മലേന്റെ നേരെ തൊട്ട് താഴെയാണ് ഒളിച്ചിരിക്കുന്നത്. പക്ഷെ ഇയാൾ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത് ആ വെള്ള ഡ്രസ് ഇട്ട പെണ്ണ് കണ്ടതും അവളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഓടണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. പക്ഷെ വെള്ള ഡ്രസ് ഇട്ട പെണ്ണും ഇയാളെ പിടിക്കാനായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുന്നില്ല. അടുത്ത സീനിൽ നായകനും അവന്റെ ഫ്രണ്ട്സും കൂടി വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വണ്ടീന്റെ പൊക്കത്തോട്ട് എന്തോ വെയിറ്റ് ഉള്ള സാധനം വന്ന് വീഴുന്നു. ആ സാധനം വന്ന് വീണതും ഇവർ സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തുന്നു. എന്താണെന്ന് നോക്കാനായി വണ്ടി നിർത്തി പുറത്തോട്ട് വന്ന് നോക്കിയത് ഇവരുടെ വണ്ടീന്റെ പൊക്കത്ത് വീണത് ആ ജപ്പാൻകാരനാണ്. ഇവരും അടുത്ത് വന്ന് അയാൾക്ക് ജീവനുണ്ടോ എന്ന് നോക്കുന്നു. ജീവനില്ലാന്ന് കണ്ടതും വേറെ ആരും ഈ സംഭവം കാണരുത് എന്ന് പറഞ്ഞ് ബോഡി ഒളിപ്പിക്കാൻ നോക്കുന്നു. ഇവരെല്ലാരും കൂടി ചേർന്ന് ഇവര് നിൽക്കുന്ന റോഡിന്റെ സൈഡിലുള്ള മലയിൽ നിന്ന് ബോഡി ഉരുട്ടി താഴോട്ട് ഇടുന്നു. പക്ഷെ ഇവരിതെല്ലാം ചെയ്യുന്നത് ആ വെള്ള ഡ്രസ്സുകാരി കണ്ടോണ്ടിരിക്കുകയാണ്. അവസാനം എങ്ങനെയോ ആ ജപ്പാൻകാരൻ ചത്ത് എന്ന് അറിഞ്ഞതും എല്ലാരും സന്തോഷിക്കുന്നു. ഇവരും തിരിച്ച് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സോംബിന്റെ കയ്യിൽ നിന്ന് കടി കിട്ടിയ പ്രീസ്റ്റിന് പഠിക്കുന്ന അയാൾ ബോധം കെട്ട് കിടക്കുകയാണ്. നായകന് നേരെ അവന്റെ മോളെ പോയി കാണുന്നു. അവന്റെ മോളും പഴയതുപോലെ നോർമൽ സ്റ്റേജിലോട്ട് വരുന്നു. ഇത് കണ്ടതും നായകന് സന്തോഷമായി അവന്റെ മോളെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്നു. അപ്പൊ ഇതിനൊക്കെ ആ ജപ്പാൻകാരനാണ് കാരണക്കാരൻ എന്ന് നായകന് മനസ്സിലാകുന്നു. അടുത്ത സീനിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന പ്രീസ്റ്റിന് പഠിക്കുന്ന അയാൾക്ക് പലതരത്തിലുള്ള വിഷ്വൽസ് വരുന്നു. ആ ജപ്പാൻകാരൻ ഒരു സാത്താനായിട്ടും പിന്നെ ഒരു മനുഷ്യനായിട്ടും പലതരത്തിലുള്ള വിഷ്വൽസ് വരുന്നു. അതേസമയം ഇയാൾ എണീറ്റപ്പോ അവിടെ ഉണ്ടായിരുന്ന ടിവിയിലെ ന്യൂസ് ഇതേപോലത്തെ ഒരു ക്രൈം വേറൊരു സ്ഥലത്ത് നടന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്നു. പക്ഷെ ഈ സമയം ഇയാളുടെ സ്വന്തക്കാരനായ നായകന്റെ ഫ്രണ്ടായ ആ പോലീസ് ഓഫീസറാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ പ്രീസ്റ്റിനെ പഠിക്കുന്ന അയാളും ആ സ്പോട്ടിലോട്ട് പോകുന്നു. അവിടെ ചെന്ന് നോക്കിയ ഇയാളുടെ കുടുംബത്തിലുണ്ടായിരുന്ന എല്ലാവരെയും ഭയങ്കര കൊടൂരമായിട്ട് കൊന്നിട്ടിരിക്കുന്നു. അതുകൂടാണ്ട് ഫസ്റ്റ് സീനിൽ ഒരു കൊലപാതകം നടന്നില്ലേ, അവിടെ ഒരുത്തൻ സോംബിനെ പോലെ ഇരുന്നില്ലേ, അയാളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് പോലെ കൊമളകൾ ഇയാളുടെ ശരീരത്തിലുമുണ്ട്. അതേസമയം ഇപ്പുറത്തും ആ ഷാമനും ഇതുപോലെ തന്നെ പലതരത്തിലുള്ള വിഷ്വൽസും വരുന്നു. ഇത് കണ്ടതും എന്തോ വലിയ ആപത്ത് വരാനുണ്ട് എന്ന് പറഞ്ഞ് നായകനെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുന്നു. പക്ഷെ നായകന് ഈ കോള് വന്നതും മോളിപ്പോ നോർമൽ സ്റ്റേജിലോട്ട് വന്നില്ലേ, ഇനി ഈ ഷാമന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് അയാളുടെ കോള് കട്ട് ചെയ്ത് കളയുന്നു. ഈ ഷാമനും പലതവണ തിരിച്ചു വിളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. പക്ഷെ നായകൻ കോൾ എടുക്കുന്നില്ല. അവസാനം ഈ ഷാമൻ നായകന്റെ വീട്ടിലോട്ട് തന്നെ പോകുന്നു. ഷാമനും നായകന്റെ വീട്ടിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് അയാളുടെ മൂക്കിൽ നിന്ന് ചോര വരുന്നു. ഇതെന്താ മൂക്കിൽ നിന്ന് ചോര വരുന്നത് എന്ന് പറഞ്ഞ് അയാൾ തുടച്ചിട്ട് ഇയാളുടെ റൈറ്റ് സൈഡിൽ നോക്കിയതും അവിടെ ആ വെള്ള ഡ്രസ് ഇട്ട പെൺകുട്ടി നിൽക്കുന്നു. ആ പെണ്ണിനെ കണ്ടതും ഇയാളുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ലിറ്റർ കണക്കിന് ചോര ഒഴുകുന്നു. ഇത് കണ്ടതും അയാൾ എന്നെ വെറുതെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. എനിക്കൊന്നും വേണ്ട, എനിക്ക് എന്റെ ജീവൻ മതി എന്ന് പറഞ്ഞ് അയാൾ ആ നാട് തന്നെ വിടുന്നു. ഈ ഷാമനും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇയാളുടെ കാറിന്റെ മുമ്പിൽ കുറെ പ്രാണികൾ വന്ന് ഇടിച്ചിടിച്ച് ചാകുന്നു. ഇത് കാരണം അയാൾക്ക് ഫ്രണ്ടിൽ എന്താ ഉള്ളെന്നും കൂടി കാണാൻ പറ്റുന്നില്ല. അവസാനം കാറ് തന്നെ യൂ ടേൺ അടിച്ചു പോകുന്നു. ഇയാളും പെട്ടെന്ന് ആ കാറിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് നോക്കുന്നു. നോക്കിയതും കാറിന്റെ ഫ്രണ്ടിൽ ഒന്നുമില്ല. ഇത് കണ്ടതും ആ ഷാമന് എന്തോ ഒന്ന് എന്നെ തിരിച്ചു വെക്കാൻ സമ്മതിക്കുന്നില്ല, പിന്നെ ആ നാട്ടിലോട്ട് പോകാനുള്ള സൂചനയാണ് ഇപ്പൊ തന്നത് എന്ന് പറഞ്ഞ് അയാൾ പിന്നെ ആ വില്ലേജിലോട്ട് പോകുന്നു. അതേസമയം ഇപ്പുറത്ത് നായകനെ കാണിക്കുന്നു. ആ ഷാമൻ കുറെ പ്രാവശ്യം വിളിച്ചതിന്റെ മിസ് കോള് കാണുന്നു. നായകനും അയാളെ തിരിച്ചു വിളിക്കുന്നു. നായകന്റെ കോള് ഷാമൻ കണ്ടതും ആ കോൾ എടുത്ത് നമ്മൾ ഇത്രയും കാലം തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു, പൂജയും നമ്മൾ തെറ്റായിട്ടാണ് ചെയ്തത്, ഇത്രയും കാലം ആ ജപ്പാൻകാരനാണ് ഇതൊക്കെ ചെയ്തതെന്നല്ല നമ്മൾ വിചാരിച്ചത്. പക്ഷെ ആ ജപ്പാൻകാരനല്ല, ഒരു വൈറ്റ് ഡ്രസ് ഇട്ട പെണ്ണാണ് ഇതൊക്കെ ചെയ്തത്. ആ ജപ്പാൻകാരൻ ശരിക്കും ആ നാടിനെ രക്ഷിക്കാനാണ് നോക്കിയത്. ശരിക്കും ആ വെള്ള ഡ്രസ് ഇട്ട പെണ്ണാണ് ദുഷ്ടശക്തി, അവളെയാണ് നമ്മൾ തുരത്തേണ്ടത്, അല്ലാണ്ട് ആ ജപ്പാൻകാരനെ അല്ല എന്ന് പറയുന്നു. ഇത് കിട്ടതും നായകനും ഷോക്ക് ആകുന്നു. അതേസമയം ഇപ്പുറത്തെ സൈഡില് ആ പ്രീസ്റ്റിന് പഠിക്കുന്ന അയാൾ രണ്ടും കൽപ്പിച്ച് ഇന്ന് അയാളെ കൊന്നേ തീരൂ എന്ന് പറഞ്ഞ് ഒരു കത്തി എടുത്ത് നേരെ അയാളുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇതൊക്കെ കേട്ട നായകൻ തിരിച്ച് നേരെ വീട്ടിലോട്ട് പോയി അവന്റെ മോൾ എവിടെയെന്ന് അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ വീട്ടിന്റെ ഉള്ളിൽ എവിടെയും അവന്റെ മോളെ കാണുന്നില്ല. നായകനും നേരെ പുറത്തു വന്ന് അവിടേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ വെള്ള ഡ്രസ്സുകാരി അങ്ങോട്ട് വരുന്നു. നായകനും ആ പെണ്ണിനെ നോക്കി എന്റെ മോളെ കണ്ടോ എന്ന് ചോദിക്കുന്നു. അതിനാ പെണ്ണ് അതിനുത്തരം തരാണ്ട് നിന്റെ കൊച്ചിനെ പിശാച് പിടിച്ചത് നിനക്കറിയില്ലേ? ആ ജപ്പാൻകാരനാണ് ആ പിശാച് എന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ലേ എന്ന് ചോദിച്ചത് നായകൻ അതിനുത്തരം പറയാണ്ട് എന്റെ മോൾ എവിടെയെന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നു. ഇത് കേട്ടതും ആ വെള്ള ഡ്രസ്സുകാരി കുറച്ചു മുമ്പാണ് വീട്ടിലോട്ട് പോയത്. ഇത് കേട്ടതും നായകനും തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോയതും ആ വെള്ള ഡ്രസ്സുകാരി നായകനെ അങ്ങോട്ട് പോകാണ്ട് തടുക്കുന്നു. ഇപ്പൊ വീട്ടിലോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തുന്നു. അതേസമയം ഇപ്പുറത്തെ സൈഡില് ആ പ്രീസ്റ്റിന് പഠിക്കുന്ന അയാൾ ജപ്പാൻകാരന്റെ വീട്ടിലോട്ട് പോയതും വീട്ടിന്റെ ഉള്ളിൽ ആ ജപ്പാൻകാരനെ കാണുന്നില്ല. പക്ഷെ ആ വീടിന്റെ അടുത്തുള്ള ഒരു ഗുഹയിൽ നിന്ന് വെളിച്ചം കണ്ടതും ഇയാളും അങ്ങോട്ട് പോകുന്നു. ആ സമയം ഇപ്പുറത്തെ സൈഡില് നായകനെ കാണിക്കുന്നു. ആ വെള്ള ഡ്രസ്സുകാരിയും ഇതെല്ലാം ചെയ്യുന്നത് ആ ജപ്പാൻകാരനാണ്. അയാള് നിന്റെ കുടുംബത്തിലുള്ള ഒരാളെ പോലും വെറുതെ വിടില്ല. നിന്റെ കുടുംബത്തിന് മാത്രമല്ല എല്ലാരെയും അയാളാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. നീ ശരിക്കുള്ള പ്രേതത്തെ കണ്ടിട്ടുണ്ടോ? അതിന് നായകൻ ഇല്ല എന്ന് പറയുന്നു. അതിനാ വെള്ള ഡ്രസ്സുകാരി ഇല്ല, നീ ശരിക്കും ഒരു പ്രേതത്തെ കണ്ടിട്ടുണ്ട്. അന്നൊരു ദിവസം കത്തിക്കറിഞ്ഞ വീട്ടിൽ നീ ഗാർഡായി നിന്നില്ലേ? ആ ടൈമിൽ പുറകിൽ എന്തോ ഒരു സൗണ്ട് കേട്ട് നീ പുറകു ഭാഗത്തോട്ട് പോയില്ലേ? അവിടെ ജപ്പാൻകാരൻ മാനിന്റെ ഇറച്ചി പച്ചക്ക് കഴിച്ചോണ്ടിരുന്നില്ലേ? അതുകൂടാണ്ട് നിന്നെയും അറ്റാക്ക് ചെയ്യാൻ വന്നില്ലേ എന്നീ വെള്ള ഡ്രസ്സുകാരി പറഞ്ഞതും നായകൻ അതൊക്കെ എന്റെ സ്വപ്നമായിരുന്നില്ലേ? അതൊക്കെ എങ്ങനെ നിനക്കറിയാ എന്ന് ചോദിക്കുന്നു. അതിനാ പെണ്ണ് അതൊന്നും സ്വപ്നമല്ല, അത് ശരിക്കും നടന്നതാണ് എന്ന് പറയുന്നു. ശരിക്കും ജപ്പാൻകാരനാണ് സാത്താൻ എന്ന് പറയുന്നു. അതേസമയം ഇപ്പുറത്തെ സൈഡില് ആ പ്രീസ്റ്റിന് പഠിക്കുന്ന അയാൾ ആ ഗുഹേന്റെ ഉള്ളിൽ പോയി നോക്കുന്നു. അവിടെ ചെന്ന് നോക്കിയ ആ ജപ്പാൻകാരൻ എന്തോ ഒരു പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രീസ്റ്റിന് പഠിക്കുന്ന അയാൾ ഗുഹയിലോട്ട് വന്ന് നിന്നതും ജപ്പാൻകാരൻ തിരിഞ്ഞു നോക്കുന്നു. അതേസമയം ഇപ്പുറത്തെ സൈഡില് ആ വെള്ള ഡ്രസ്സുകാരി നീ ഇപ്പൊ നിന്റെ വീട്ടിലോട്ട് പോകണ്ട, ഞാൻ കുറച്ച് മന്ത്രക്കയറ് കെട്ടിവെച്ചിരിക്കുകയാണ് ദുഷ്ടശക്തികളൊന്നും വീടിന്റെ അകത്തോട്ട് പോകാതിരിക്കാനായി. അതേസമയം നായകന്റെ വീടിന്റെ ഫ്രണ്ടിൽ എന്താന്ന് കാണിക്കുന്നു. നായകന്റെ വീടിന്റെ ഗേറ്റിന്റെ മുകൾ ഭാഗത്തായി ഒരു പൂവിന്റെ കെട്ട് കെട്ടി വെച്ചിരിക്കുന്നു. ഈ പൂവിന്റെ കെട്ട് പല ക്രൈം സീനിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സെയിം പൂവാണ് ഇപ്പൊ ഇവിടെ കെട്ടി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ കേട്ട നായകൻ ശരിക്കും നീ ആരാണ്, മനുഷ്യനാണോ അതോ പ്രേതമാണോ എന്ന് ചോദിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ കേട്ട ആ വെള്ള ഡ്രസ്സുകാരി ഈ ഗ്രാമത്തെ രക്ഷിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു പെണ്ണാണെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയുന്നു. അതേസമയം ഇപ്പുറത്തെ സൈഡിൽ നായകന്റെ വീട് കാണിക്കുന്നു. നായകന്റെ മോള് വീട്ടിലോട്ട് വരുന്നു. വീട്ടിലോട്ട് വന്നതും ഫ്രിഡ്ജിലുണ്ടായിരുന്ന എല്ലാ ഭക്ഷണവും എടുത്ത് ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഈ കൊച്ചു കഴിക്കുന്നത് നായകന്റെ ഭാര്യയും അമ്മയും ഇരുന്ന് കണ്ടോണ്ടിരിക്കുകയാണ്. ആ കൊച്ചും കഴിച്ചു കഴിഞ്ഞ ശേഷം കഴിച്ച പാത്രം നേരെ ഇവരുടെ മുന്നിലോട്ട് എടുത്തെറിയുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് പുറകിലോട്ട് തിരിഞ്ഞ് കിച്ചണിലുണ്ടായിരുന്ന കത്തി സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ പ്രീസ്റ്റിന് പഠിക്കുന്ന അയാൾ ജപ്പാൻകാരൻ നോക്കിയിട്ട് നീ ശരിക്കും ആരാണ്, നിന്റെ ശരിക്കുള്ള രൂപം എനിക്ക് കാണിക്കുകയും നിന്നെ ഞാൻ ഒന്നും ചെയ്യാണ്ട് വെറുതെ വിട്ടോ, നീ മനുഷ്യനാണോ ഡെവിൾ ആണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് ചോദിച്ചിട്ടും ആ ജപ്പാൻകാരന്റെ കയ്യിൽ നിന്ന് ഒരു ഉത്തരവും കിട്ടുന്നില്ല. ഈ പ്രീസ്റ്റിന് പഠിക്കുന്ന ഇയാള് നീ എന്താ ഒന്നും പറയാണ്ടിരിക്കുന്നത്, നീ ശരിക്കും ആരാണ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കേട്ടതും ജപ്പാൻകാരൻ അതിന് നീ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞില്ലേ ഞാൻ ഡെവിൾ ആണ് എന്ന്, പിന്നെ എന്താണ് ഞാൻ പറയേണ്ടത് എന്ന് ചോദിക്കുന്നു. ഈ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ നായകനെ കാണിക്കുന്നു. ആ ശ്യാമനും നായകനെ വിളിച്ചിട്ട് നീ എവിടെയാ ഉള്ളത് എന്ന് ചോദിക്കുന്നു. നീ നിന്റെ മോളുടെ കൂടെയല്ലേ ഇപ്പൊ നിൽക്കുന്നത് എന്ന് ചോദിച്ചതും നായകൻ അല്ല, ഞാൻ ആ വെള്ള ഡ്രസ്സുകാരിന്റെ കൂടെയാണ് നിൽക്കുന്നത് എന്ന് പറയുന്നു. ഇത് കേട്ടതും ശ്യാമൻ അവളുടെ വർത്താനം ഒന്നും കേൾക്കല്ലേ, അവൾ എന്തെങ്കിലും പറഞ്ഞ നിന്നെ മയക്കാനേ നോക്കുള്ളൂ, നീ ഇപ്പൊ തന്നെ നിന്റെ മോളുടെ അടുത്തോട്ട് പോകാൻ നോക്ക്, ഇല്ലെങ്കിൽ വലിയൊരു ആപത്താണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വെള്ള ഡ്രസ്സുകാരി ശ്യാമനല്ലേ ഇപ്പൊ നിന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്. ആ ശ്യാമനും ജപ്പാൻകാരനും കൂടി ചേർന്നിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ അവര് പറയുന്നൊന്നും വിശ്വസിക്കല്ലേ, അവർ രണ്ടുപേരും കള്ളമാണ് പറയുന്നത്, ഇതെല്ലാം അവരെന്നെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ്. ഞാൻ നിന്റെ വീട്ടിലൊരു മന്ത്രക്കയറ് കെട്ടിയിട്ടുണ്ട്, അത് സക്സസ് ആയാൽ മാത്രമേ ഇതിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതിനു വേണ്ടി നിന്റെ വീടിന്റെ പുറകിലുള്ള പൂവൻ കോഴി 3 പ്രാവശ്യം കൂവിയാൽ മാത്രമേ നീ ആ വീട്ടിലോട്ട് പോകാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ നിനക്കെന്നെ അത് വലിയ ആപത്തായി മാറുമെന്ന് പറയുന്നു. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പൂവൻ കോഴി ഒരു പ്രാവശ്യം കൂവുന്നു. നായകർ ഇതൊക്കെ കണ്ടിട്ട് പേടിയാകുന്നു. കാരണം എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു ഐഡിയ പോലും ഇല്ല. ആരെയാണ് വിശ്വസിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു ഐഡിയ പോലും ഇല്ല നായകന്. ഓരോ ടൈം കടക്കുന്നതിനനുസരിച്ച് നായകന് ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു. നായകനും കുറെ നേരം വെയിറ്റ് ചെയ്ത് നോക്കുന്നു. സഹി കെട്ട് അവസാനം അവൻ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നോക്കിയതും എങ്ങോ ദൂരെ ഉണ്ടായിരുന്ന ആ വെള്ള ഡ്രസ്സുകാരി നായകന്റെ അടുത്തോട്ട് ഓടി വന്ന് അവന്റെ കൈ പിടിക്കുന്നു. ഇത് കണ്ടതും നായകൻ പേടിച്ചു പോകുന്നു. നീയാണോ ഒപ്പം ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നായകൻ നേരെ വീട്ടിലോട്ട് ഓടുന്നു. നായകനും പോകുന്ന കണ്ടപ്പോൾ ഈ വെള്ള ഡ്രസ്സുകാരിയും ഒച്ചത്തിൽ പോകരുത് എന്ന് ഒച്ചത്തിൽ വിളിച്ചു പറയുന്നു. പക്ഷെ നായകൻ അത് കേൾക്കാണ്ട് നേരെ വീട്ടിലോട്ട് ഓടിക്കേറുന്നു. വീടിന്റെ ഉള്ളിൽ പോയി നോക്കിയാ വീട് മുഴുവനും ചോരയാണ്. അതുകൂടാണ്ട് ഏതോ ഒരു സ്ഥലത്ത് നിന്ന് കത്തി കൊണ്ട് എന്തോ ഒന്നിന്റെ മേത്ത് കത്തി കൊണ്ട് കുത്തി കുത്തി കയറ്റുന്നതിന്റെ സൗണ്ട് കേൾക്കാം. നായകനും സൗണ്ട് വരുന്ന സ്ഥലത്തോട്ട്
പതിയെ നടന്നുപോയി നോക്കുന്നു. അവിടെ ചോരയിൽ കുളിച്ച് നായകന്റെ ഭാര്യ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. നായകനും അവന്റെ ഭാര്യനെ എടുത്ത് കെട്ടിപ്പിടിച്ചിരുന്ന കരയും. ഇവന്റെ ഭാര്യന്റെ ഇപ്പത്തെ സൈഡില് അവന്റെ അമ്മ മരിച്ചു കിടക്കുന്നു. നായകനും അവിടെ ഇരുന്ന് പൊട്ടി പൊട്ടി കരയുന്നു. അതേസമയം നായകന്റെ മോളും അങ്ങോട്ട് വന്ന് നായകനെ നോക്കി നിൽക്കുന്നു. എന്തു തന്നെ ആയാലും അവന്റെ മോളല്ലേ എന്ന് പറഞ്ഞ് നായകനും അവന്റെ മോളെ സ്നേഹത്തോടെ വിളിക്കുന്നു. ഇപ്പുറത്തെ സൈഡില് ആ വെള്ള ഡ്രസ്സുകാരി താൻ തോറ്റുപോയല്ലോ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നു. അതേസമയം ഇപ്പുറത്തെ സൈഡില് ഗുഹ കാണിക്കുന്നു. ആ ഡീക്കനും ജപ്പാൻകാരനെ നോക്കി നിന്റെ ശരിക്കുള്ള രൂപം കാണിക്കി, നീ ആരാണ് എന്ന് പറയാൻ പറയുന്നു. ആ ജപ്പാൻകാരനും ഞാൻ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ വെറുതെ വിടൂ എന്ന് ചോദിക്കുന്നു. അതിന് ആ ഡീക്കനും ഞാൻ നിന്നെ വെറുതെ വിടാ എന്ന് പറയുന്നു. ഇത് കേട്ടതും ആ ജപ്പാൻകാരൻ പൊട്ടിച്ചിരിക്കുന്നു. അതിന് ഞാൻ നിന്നെ ജീവനോടെ വിട്ടാലല്ല നീ എന്നെ വെറുതെ വിടുള്ളൂ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു. എന്നിട്ട് അവിടെ സൈഡിൽ ഉണ്ടായിരുന്ന ഒരു ക്യാമറ എടുത്ത് ആ പ്രീസ്റ്റിന് പഠിക്കുന്ന ആളെ ജപ്പാൻകാരൻ ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോ എടുക്കുന്നതിന് ഫ്ലാഷ് ലൈറ്റ് അടിച്ചതും ആ പ്രീസ്റ്റിന് പഠിക്കുന്ന അവൻ കണ്ണടച്ചതൊന്ന് തുറന്നതും ഇത്ര നേരം നമ്മൾ പടം കണ്ടിട്ട് ആരാണ് ഇതൊക്കെ ചെയ്തതെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കുകയായിരുന്നില്ലേ? ഇപ്പോഴാണ് ആ ജപ്പാൻകാരന്റെ ശരിക്കുള്ള രൂപം കാണിക്കുന്നത്. തലയിൽ 2 കൊമ്പും വെച്ച് കയ്യിലും കാലിലും നഖമൊക്കെ വളർന്ന് വികൃതമായ ഒരു സാത്താന്റെ രൂപത്തിലോട്ട് മാറിയിരിക്കുന്നു ആ ജപ്പാൻകാരൻ. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് കാണിക്കുന്നില്ല. ആകെ ഒരു അലർച്ച മാത്രം കേൾക്കാം. ഈ സീൻ കട്ട് ചെയ്യുന്നു. അടുത്ത സീനിൽ ആ ശാമൻ നായകന്റെ വീട്ടിലോട്ട് വരുന്നു. ഇയാള് വീട്ടിലോട്ട് കയറിയതും ഫ്രണ്ടിൽ തൂക്കിയിട്ട ആ പൂവിന്റെ കെട്ട് മൊത്തത്തിൽ കരിഞ്ഞു പോകുന്നു. ഇയാളും വീടിന്റെ അടുത്തോട്ട് പോയതും അവിടെ ക്ഷീണിച്ചിരിക്കുന്ന നായകന്റെ മോളെ കാണുന്നു. ഇയാളും സൗണ്ട് ഒന്നും ഉണ്ടാക്കാണ്ട് നേരെ വീടിന്റെ ഉള്ളിലോട്ട് പോകുന്നു. നായകനും അവന്റെ ഫാമിലി മരിച്ചു കിടക്കുന്ന ആ സ്ഥലത്തോട്ട് പോയി ഈ ഷാമന്റെ കയ്യിലുണ്ടായിരുന്ന ക്യാമറയിൽ ഈ മരിച്ച ഡെഡ് ബോഡിന്റെ ഫോട്ടോസ് എടുക്കുന്നു. എന്നിട്ട് ഒന്നും നടക്കാത്ത പോലെ നോർമലായി അയാൾ തിരിച്ച് വണ്ടിയിലോട്ട് പോയി കയ്യിലുള്ള ക്യാമറ ഒരു ബോക്സിൽ വെക്കാൻ നോക്കിയതും ആ ബോക്സ് നേരെ താഴോട്ട് വീഴുന്നു. അപ്പോഴാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് കാണിക്കുന്നത്. ആ ജപ്പാൻകാരന്റെ വീട്ടിൽ തൂക്കിയിട്ടിരുന്ന എല്ലാ ഫോട്ടോസും ഇപ്പോ ഇയാളുടെ ഈ പെട്ടിയിലാണ് കിടക്കുന്നത്. ഈ ശാമനും ഒരു ഫോട്ടോസും മിസ്സാവാതെ എല്ലാ ഫോട്ടോസും വാരിയെടുത്ത് ആ പെട്ടിന്റെ ഉള്ളിലിടുന്നു. ശരിക്കും ഈ പടത്തില് ആരാണ് നല്ല ആത്മാവ്, ആരാണ് പിശാച് എന്ന് ഇപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ശരിക്കും ഈ ഗ്രാമത്തെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആ വെള്ള ഡ്രസ് ഇട്ട ആ പെൺകുട്ടിയാണ്. അത് പലതവണ ഓരോ ഭാഗത്ത് വെച്ച് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അവസാന ഭാഗത്ത് വരുമ്പോഴാണ് ആ പെൺകുട്ടി ഈ ഗ്രാമത്തെയാണ് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നത് എന്ന് മനസ്സിലാകുക. ആ ദുഷ്ട ആത്മാവ് ആ ജപ്പാൻകാരനും ആ ഷാമനുമാണ്. ഷാമനും പണത്തിനും പവറിനും വേണ്ടിയാണ് ആ ജപ്പാൻകാരന് വേണ്ടി ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മൂവിന്റെ ഒരു ഭാഗത്ത് ഷാമൻ നായകനെ വീട്ടിൽ വെച്ച് പൂജ ചെയ്തില്ലേ, അവിടെ ആ മരബൊമ്മയിൽ ആണിടിച്ചപ്പോൾ ശരിക്കും വേദനിച്ചത് നായകന്റെ മോൾക്ക് മാത്രമാണ്. പക്ഷേ ഇപ്പുറത്തെ സൈഡില് ആ ജപ്പാൻകാരനെ വേദനിച്ചതിന്റെ കാരണം ആ വെള്ള ഡ്രസ്സുകാരി എന്തോ ചെയ്തിട്ടാണ് അയാൾക്ക് അങ്ങനെ വേദനിച്ചത്. അതുകൂടാണ്ട് ഈ ശാമൻ ഈ ഗ്രാമം വിട്ടു പോകുന്ന സമയത്ത് അയാൾ പോയിക്കൊണ്ടിരുന്ന വണ്ടീന്റെ ഫ്രണ്ടിൽ കുറെ പ്രാണികൾ വന്ന് ഇടിച്ചിടിച്ച് ചത്തില്ലേ, വണ്ടി തന്നെ യൂട്ടേൺ അടിച്ചു പോയില്ലേ, അത് ശരിക്കും ചെയ്തത് തന്നെ ആ ജപ്പാൻകാരനാണ്. ആ ജപ്പാൻകാരന് തന്റെ നിന്ന് എന്തോ ഒരു ഹെൽപ്പ് വേണമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അയാൾ തിരിച്ചും ആ ഗ്രാമത്തിലോട്ട് തന്നെ വന്നത്. ഇതെല്ലാം അവസാന ഭാഗത്താണ് മനസ്സിലാകുക. അതുകൂടാണ്ട് ഓരോ ആൾക്കാരുടെ മേത്ത് കൊമള പോലെ വന്നില്ലേ, അത് ശരിക്കും ഈ ജപ്പാൻകാരൻ ചെയ്ത ബ്ലാക്ക് മാജിക് ആയിരുന്നു. അങ്ങനെ ആ ഷാമൻ അടുത്ത ഗ്രാമത്തിലോട്ട് പോകാൻ വേണ്ടി എല്ലാ സാധനം പാക്ക് ചെയ്ത് പോകുന്ന പോലെ കാണിച്ച് ഈ പടം അവസാനിപ്പിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു പടവുമായി വീണ്ടും കാണാം. താങ്ക്